അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര സംഭവബഹുലമായ ഒരു ഞായറാഴ്ചയായിരുന്നു. ഇവിടെ ഞങ്ങൾ മൊത്തം ക്ലീനിങ്, ആരെയും ആദിച്ച് ഞാനൊക്കെ ആയിട്ട്. പക്ഷേ മറ്റേ എല്ലാത്തിനും മറ്റേ ദാസനും വിജയനും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബിഡി ബ്ലോഗാണ്. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ കിടന്ന് ഇവിടെ കംപ്ലീറ്റ് ക്ലീനൊക്കെ ആക്കി ആര്യ തേച്ച് ഉണക്കി മിനുക്കി അങ്ങനെ സെറ്റപ്പ് ആക്കി വളയാക്കി ഞാനും ആരും ഇവിടെ കിടക്കുകയായിരുന്നു. നല്ല രസമുള്ളൂ. ഈ ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ, ഈ ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഗംഭീര വൈബായിരുന്നു അല്ലേ ആര്യ? പക്ഷെ ഇപ്പം ആര്യയുടെ ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ. കാരണം ഞങ്ങൾ വാലന്റൈൻസ് ഡേ കുറച്ച് വൈകിയാണ് ആഘോഷിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. എന്നെ വിളിക്കാണ് പുള്ളിക്കാരത്തേക്ക് സാധനം കഴിക്കണം. നമ്മുടെ ജിയോ മച്ചാൻ പറഞ്ഞ പോലെ ഇത്രയും വില കൂടിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് അങ്ങനെ ആർക്കും കൊടുക്കരുത്, നമ്മൾ തന്നെ വാങ്ങിച്ചിരിക്കണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പറയൂ അയ്യോ അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ സംഗതി എന്താണെന്ന് മനസ്സിലായോ? സാധനമൊക്കെ എടുത്തു വെച്ചത് ഇത് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. കണ്ടോ ജീവമച്ചൻ പറഞ്ഞ പോലത്തെ സാധനം, ഡയറി മിൽക്ക്, സിൽക്ക് വേണ്ട. വിൽ യു മൈ വാലന്റൈൻ, യു ആർ മൈ ലവ്. അതിലൊരു ഹാർട്ട് ഫ്ലഷ് കഴിക്കണമെന്നും പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അക്ഷമയോടെ വേണ്ട, എന്തിന്, അതൊന്നും പാടില്ല, അതൊന്നും ശരിയല്ല, കൈ വിറക്കണോ, എന്തിന് കൈ വിറക്കണം? തലം പൂച്ചിനെ തല്ലിട്ടുണ്ടാ കൈ വിറക്കാൻ? സംഭവബഹുലമായ ഞായറാഴ്ച ആയിട്ട് ആര്യക്ക് ഒരു സ്വസ്ഥതയില്ല. മാടമ്പള്ളിമണിയുടെ താക്കോല് തുറന്നത് അടപ്പിച്ച് ആ ചെമ്പ് തക്കിട്ട് പറപ്പിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സ്വസ്ഥതയും ഇല്ല എന്ന് പറഞ്ഞ പോലെ പോയി. അയ്യോ പൊട്ടിക്ക്. അയ്യോ ഈ കടലാസത്ത് കളയല്ലേ? ആദർശ് വിളിച്ചില്ലേ? ആദർശ് അവിടെ കിടക്കല്ലേ? നീ വളർന്നു അഡ്മിഷനില്ലേ? പറ്റിച്ചോ? ആ ഹാർട്ട് എൻ്റേതാണ്, ഞാൻ വാങ്ങിച്ച ഹാർട്ടാണ്, ഞാൻ ആർക്കും തരത്തില്ല. ആ ഹാർട്ട് എനിക്കിതാ. ആ ഹാർട്ട് എനിക്കിതാ. പുറത്തേക്ക് ഇങ്ങനെ. അയ്യോ ഭയങ്കര കട്ടിയായി. അയ്യോ കട്ടിക്ക്. ഇത് കണ്ട ഗൈസ്, പകുതി കടിച്ച് തിന്നു കഴിഞ്ഞു എൻ്റെ സുന്ദരി. സൂപ്പറാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആസ്വദിക്കും. എൻജോയ് ദ എവരി മൊമെൻറ്റ്. അപ്പോൾ അടുത്ത നിങ്ങൾ ബ്ലോഗിൽ കാണാം. ബൈ.